യാളോ വെൽക്കം. നമ്മൾ ഇന്ന് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പോകണം. ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഏതെങ്കിലും പെപ്സിന്റെ സെവനപ്പിന്റെ ഡ്യൂണ്ടി ആട്ടോ യെല്ലോ കളർ വിന്നർ എന്ന് എഴുതിയിട്ടുള്ള ടോപ്പ് വേണം. നമ്മളിത് അബുദാബിയിലുള്ള ലുലുവിലും കുറെ ബക്കാലിൽ അന്വേഷിച്ച് എവിടെയും ഇല്ല. ലാസ്റ്റാണ് മനസ്സിലായത് ഇത് ദുബായിൽ പോയാൽ കിട്ടുള്ളൂ, അബുദാബിയിൽ ഇതില്ല. വണ്ടി അടുത്ത് നമ്മൾ നേരെ ദുബായിലേക്ക് കുടിച്ച് ഗ്ലോബൽ വില്ലേജിന്റെ അടുത്ത് തന്നെയുള്ള യൂണിയൻ കുപ്പിലെ സാധനം ഉണ്ടായിരുന്നു. നമ്മൾ ഏയാൾക്ക് മിക്സ് ആക്കി ഓരോന്ന് വെച്ച് വാങ്ങി. 8 ദിറംസ് ആണ് ഒരു പെപ്സിക്കായത്. ഒറിജിനൽ ടിക്കറ്റ് പ്രൈസ് വീക്ക് ഡേയ്സിൽ 25 വീക്കെൻഡിൽ 30 ആണ്. നമ്മൾ ഒറിജിനൽ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 125 ദിറംസ് ആവും. ഇപ്പൊ നമുക്ക് 56 ദിറംസ് ആയിട്ടുള്ളൂ. ബാക്കി പൈസ കണ്ണടിക്കാലോ, എന്തിനാ വെറുതെ പൈസ അടിക്കാളെ. നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ എത്തിയ ഉടനെ എല്ലാ പെപ്സിന്റെ ടോപ്പും കഴിച്ച് പെപ്സിലും വണ്ടിയിൽ വെച്ച് 7 ടോപ്പ് എടുത്ത് നേരെ ടിക്കറ്റ് കൗണ്ടറിൽ കൊണ്ടുകൊടുത്ത് ഓല 7 ടോപ്പോട് വാങ്ങി വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് 7 ടിക്കറ്റും തന്നു. ഗ്ലോബൽ വില്ലേജിൽ വന്നതിന്റെ നമ്മുടെ മെയിൻ ഉദ്ദേശം കുറച്ച് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അതേപോലെ ഏതെങ്കിലും നല്ല റൈഡ് ഉണ്ടെങ്കിൽ ആ റൈഡിൽ ഒന്ന് കയറണം. നമ്മൾ പോയ അവിടെ തന്നെ ഫുഡ് കഴിച്ചത് ഈ ബോസ്നിയൻ ഹൗസിൽ നിന്ന് ഒരു കബാബാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇവിടുന്ന് കബാബും കഴിച്ച് ഒന്ന് ചുറ്റിക്കറങ്ങി അടുത്ത ഫുഡ് സ്പോട്ട് നോക്കി നമ്മൾ എത്തിയത് ഈ റോട്ടി എന്ന് പറയുന്ന സ്പോട്ടിലാണ്. ഇവിടുത്തെ വൈറലായിട്ടുള്ള ഒരു ഐറ്റാണ് പൊറാട്ട ബർഗർ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്, സ്റ്റിൽ വേർത്താണ്. അടുത്ത ഫുഡ് സ്പോട്ട് നോക്കി നമ്മൾ എത്തിയത് ഒരു ലോഡഡ് ഫ്രൈസ് കിട്ടുന്ന സ്റ്റീക്കൻ ഫ്രൈസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിലാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബീഫിനേക്കാൾ കൂടുതൽ ഫ്രൈസ് ആയിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. അവിടുന്ന് ഫുഡ് കഴിയുമ്പോഴത്തേക്ക് എന്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു പവർ ബാങ്ക് റെന്റിന് കൊടുക്കുന്ന ഒരു കിയോസ്ക് ഉണ്ട്. അവിടുന്ന് ഒരു പവർ ബാങ്ക് കൊടുത്ത് അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോയി. ഈ ഷോപ്പത്തെ ക്രോസോൺ വരലാണ്. നമ്മൾ ഇവിടുന്ന് ഒരു ക്രോസോൺ വാങ്ങി, ക്വാളിറ്റി ഗുഡ് ആയിരുന്നു. പിന്നെ അവിടെ തന്നെ സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളൊരു വെറൈറ്റി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ബേക്കഡ് പൊട്ടാറ്റോ കഴിക്കാൻ വേണ്ടി തുർക്കിഷ് ബേക്കഡ് പൊട്ടാറ്റോ എത്തി. സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ ഇവിടുത്തെ വൈറലായിട്ടുള്ള ഒരു റൈഡാണ് ഈ സ്ലിംഗ് ഷോട്ട്. അത് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ പോയി. സംഭവം വിചാരിച്ച പോലെയല്ല, കുറച്ച് ഹെവി സാധനമാണ്. അഡ്രിനൽ റഷ് എന്നെല്ലാം പറഞ്ഞാൽ പീക്കാണ്. മുകളിലത്തേല് നമ്മളെ തല കുത്തനെ വെച്ചിട്ടാണ് തിരിക്കുക. ധൈര്യമുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു റൈഡാണ്. റൈഡും കഴിഞ്ഞ് നമ്മൾ ഈ കുനാഫ നബൽസിയ എന്ന് പറയുന്ന ഈ ഷോപ്പിൽ ഒരു കുനാഫ കഴിക്കാൻ വേണ്ടി വന്നത്. കുനാഫ ഒരു വെറൈറ്റി സാധനം, ഐസ്ക്രീമെല്ലാം ഇട്ടിട്ട്. അധികാരിക്കും ഇഷ്ടപ്പെട്ടില്ല, എന്നാലും തീരെ കുണയില്ലാണ്ടല്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുനാഫിൻ തിന്നു കഴിഞ്ഞ് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ തായ് ഫ്രൂട്ട് പോയിട്ട് ഫ്രൂട്ട് ഐസ്ക്രീം സംഭവം നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനേക്കാളും രസം ഉണ്ടായിരുന്നു. അതും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി കറങ്ങാൻ ഇറങ്ങി. കറങ്ങുന്നാണെങ്കിൽ കറങ്ങാനുണ്ടാവുള്ളൂ, അത്രക്കും കറങ്ങാനും ഉണ്ട് ഇവിടെ. അർബേ നോക്കുമ്പോൾ ബാസ്കറ്റ് ബോൾ ഇങ്ങനെ ഇടുന്നുണ്ട്, പക്ഷെ വീണില്ല എന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ കൊക്കോ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് ഒരു ഇളനീറിനൊരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും വലിയൊരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഫുള്ള് കറങ്ങണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വരണം, എന്നാലേ കഴിയുള്ളൂ, അത്രക്കും കറങ്ങാനുണ്ട്. നമ്മൾ ഇവിടുത്തെ കറക്കെല്ലാം കഴിഞ്ഞ് വണ്ടി തുറന്നു വെച്ച പെപ്സി എടുത്ത് നേരെ റൂമിലേക്ക് വിട്ടു.